ഗൈസ്, നമ്മളുടെ USS എക്സാമിന് 100% ഷുവർ ആയിട്ടും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദിവ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? കുറെ ആൾക്കാരുടെ തലേന്ന് കിളി പോയി ഉണ്ടാവും അല്ലെ, എന്താ ഇപ്പൊ ഒരുപാട് 0, ഒരുപാട് 1, 2, എന്താ ചെയ്യേണ്ടത്? 0.01 ആണോ, 0.05 ആണോ? അങ്ങനെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. എടാ, എന്നാൽ ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല. ഇതിന്റെ ആൻസർ ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പറയും. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ഇത് കമന്റ് ചെയ്യും. നോക്കാം, നമുക്ക് പഠിച്ചു നോക്കാം അല്ലെ. യെസ്, 0.44 ഡിവൈഡഡ് ബൈ 0.11. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പറാണ്, ഇവിടെയും പോയിന്റിന് ശേഷം 2 നമ്പറാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഇവൻ എഴുതിയിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ പോയിന്റ് ഒഴിവാക്കി എഴുതിയാൽ എന്തായിരിക്കും? 0.44, അതായത് 44 ഡിവൈഡഡ് ബൈ, ഇവിടെ പോയിന്റ് ഒഴിവാക്കി എഴുതിയാൽ എന്തായിരിക്കും? 0.11ന്റെ പോയിന്റ് ഒഴിവാക്കിയാൽ 0.11, 11, അതായത് 44/11 എത്രയായിരിക്കും? 4 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ നോക്കണ്ടേ? പോയിന്റിന് ശേഷം ഒരേ നമ്പർ ആണ് ഉള്ളതെങ്കിൽ, അതായത് ഒരേ നമ്പർ ഓഫ് ആൾക്കാരാണുള്ളതെങ്കിൽ, ഇവിടെ 2 ആൾക്കാരുണ്ട്, ഇവിടെ 2 ആൾക്കാരാണുള്ളതെങ്കിൽ പോയിന്റ് ഒഴിവാക്കി നേരെ അങ്ങോട്ട് ഹരിച്ചാൽ മതി. ഇവിടെ നോക്കിയടാ, ഇവിടെ പോയിന്റിന് ശേഷം എത്ര ആളുണ്ട്? ഇവിടെ 2 ആളുണ്ട്. ഇവിടെ എത്ര ആളാ? 4 ആളുണ്ട്. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ട പരിപാടി 2 സ്ഥലത്തും ഒരുപോലെ ആക്കുക എന്നുള്ളതാ. ഒരുപോലെ ആക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ 4 ആളാണ്, ഇവിടെ 2 ആളേ ഉള്ളൂ. അപ്പൊ ഞാൻ 2 0 കൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ എത്രയായി? ഇവിടെയും 4 ആള്, ഇവിടെയും 4 ആളായി. ഇനി നോക്ക്, പോയിന്റ് ഒഴിവാക്കി എഴുതി വെക്കുക. 0.0800, അതായത് 800 അല്ലെ, ഡിവൈഡഡ് ബൈ, ഇവിടെ പോയിന്റ് ഒഴിവാക്കി എഴുതിയാൽ 0.0004 എന്ന് പറഞ്ഞാൽ എന്താ? 4. 800/4 എത്രയാണ്? 200 ആയിരിക്കും ആൻസർ. സിമ്പിൾ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കേ, 7.459 ഡിവൈഡഡ് ബൈ 0.007459 എന്തായിരിക്കും ചെയ്യാ? ഇത്ര തന്നെ സെയിം. ഇവിടെ നോക്ക്, 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? പോയിന്റ് ശേഷം ആകെ 3 നമ്പറേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 6 നമ്പർ ആക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യും? 3 0 ഇട്ട് കൊടുക്കും. 6 നമ്പർ ആയില്ലേ? ഇവിടെയും പോയിന്റ് ശേഷം 6 നമ്പർ, ഇവിടെയും പോയിന്റ് ശേഷം 6 നമ്പർ. ഇനി എന്താ ചെയ്യാ? ഇനി നേരെ പോയിന്റ് ഒഴിവാക്കി എഴുതിയിട്ട് ഹരിച്ചാൽ മതി. അതായത് 7459,000 ഡിവൈഡഡ് ബൈ നമ്മളുടെ 7459. എത്ര വരിക? സിമ്പിൾ. എത്രയായിരിക്കും? 1000 ആയിരിക്കും അല്ലെ ആൻസർ. എന്ത് സുഖാ ചെയ്യാന്. ഇവിടെ ഒരു 7459, ഇവിടെ 1000 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ? 1000 എന്ന് കിട്ടും. റെഡി? ഇനി അടുത്ത് ഈ ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകൂടി തല കറക്കിയിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നോക്ക്, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം മക്കൾ ബാക്കിയൊക്കെ ചെയ്യാൻ. അപ്പൊ ഇവിടെ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ പോയിന്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ പോയിന്റ് ശേഷം എത്ര നമ്പർ ആണോ അത്ര നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുന്നു. ഇവിടെ പോയിന്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മക്കൾക്ക് എത്ര കിട്ടുക? 13 × 2 എത്ര കിട്ടും? 26 അല്ലെ. മോളത്തെ നമ്പർ അങ്ങനെ തന്നെ എഴുതാണ്. 00312 ഡിവൈഡഡ് ബൈ എത്രയാ വരിക? നമ്മളുടെ 26 അല്ലെ. 26 എന്താണ് ചെയ്യേണ്ടത്? 26 വെറുതെ എഴുതിയാൽ മതിയോ? പോരാ. ഇവിടെ പോയിന്റ് ശേഷം 2 നമ്പറും, ഇവിടെ പോയിന്റ് ശേഷം 2 നമ്പറും, അത് ഇവിടെ 1 നമ്പറും, അതായത് ആകെ 3 നമ്പർ അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? 3 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടണം. അതായത് 726 ഒരു 0 കൂടി ഇട്ട് പോയിന്റ് ഇട്ടു. 0.026. ഓക്കെ, ഇതായിരിക്കും ആള്. അപ്പൊ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, അത് അവിടെ എഴുതി കഴിഞ്ഞു. റെഡി? ഇനി അടുത്ത എന്താ പരിപാടി? ഇവിടെ നോക്ക്, ഇവിടെ പോയിന്റ് ശേഷം 1, 2, 3, 4, 5, 6 ആൾക്കാർ. ഇവിടെ പോയിന്റ് ശേഷം 3 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് ശേഷം എത്ര ആൾക്കാരാക്കുക? നമ്മളുടെ 6 ആൾക്കാരാക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യും? 0.00 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്താ? പോയിന്റ് ഒഴിവാക്കി എഴുതാം അല്ലെ. അതായത് 312 ഡിവൈഡഡ് ബൈ 26,000. റെഡി? അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ 2നെ 26 കൊണ്ട് ഹരിച്ചൂടെ? 312നെ 26 കൊണ്ട് ഹരിച്ചു നോക്ക്, എത്ര കിട്ടുക? 26 കൊണ്ട് ഹരിച്ചാൽ 31ൽ ഒരു 26 അല്ലെ. 26 പോയാൽ എത്ര ഉണ്ടാവുക? 5. 52ൽ എത്ര 26? 2 26. അതായത് എന്താ വരിക? 0 വന്നു. സോ എന്തായിരിക്കും കിട്ടുക? നമ്മളുടെ ഇവിടെ എത്ര 26 ഉള്ളത്? 12 26 ഉണ്ട്. ഇവിടെ എത്രയാണ്? 26,000ൽ എത്ര 26 ആണ്? 26ൽ ഒരു 26ഉം 1000. ഇനി എന്താണ്? 1000 അല്ല, യെസ് 1000. സോ 12/1000. 12/1000 എന്ന് പറഞ്ഞാൽ എന്താ നോക്കൊക്കെ അറിയില്ലേ? നമ്മൾ ഏത് നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു നമ്പർ മാറ്റി പോയിന്റ് ഇടുക. ഒരു നമ്പറിനെ
100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ 2 നമ്പർ മാറ്റി പോയിന്റ് ഇടുക. ഇവിടെ 12നെ നമ്മൾ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 3 0 ഉണ്ട്. അതായത് 3 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുക. അതായത് 3 നമ്പർ മാറ്റി മിസ് പോയിന്റ് ഇട്ടു. അതായത് 0.012 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനാ പറ്റൂലേ? അങ്ങനെയെങ്കിൽ മക്കൾ ഇതാ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലെ കിഡിലനായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ട്രിക്കിലൂടെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ USS ബാച്ചിന്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് വെറും 99 രൂപയാണ്. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാനായി താഴെ നിങ്ങൾക്ക് മിഷൻ USS എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാൻ പറ്റും. ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ പേയ്മെന്റ് ചെയ്യുക, എജ്യൂപോർട്ടിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കിഡിലനായിട്ട് പഠിക്കാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, കൂടാതെ വേറൊരാളും കൂടെ ഉണ്ട്. ഞങ്ങൾ വീക്ക്ലി മോഡൽ എക്സാംസ് കൂടി നടത്തുന്നുണ്ട് കേട്ടോ. ഈ മോഡൽ എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ USS എക്സാം എഴുതാനുള്ള ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു 10 ഇരട്ടിയെങ്കിലും കൂടും. സോ വേഗം പോലെ നമുക്ക് അവിടെ വെച്ച് ബാക്കി പഠിക്കാം.